ഹരി ഓം. ദശകം 12, ശ്ലോകം 3. ഹാ ഹാ വിഭോ ജലമഹം നിപിബം പുരസ്താദ് അദ്യാപി മജ്ജതി മഹീ കിമഹം കരോമി ഇദ്ധം ത്വദംഘ്രിയുഗളം ശരണം യതോസ്യ നാസാപുടാത് സമഭവ ശിശുകോലരൂപീ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അവിടെ ഭഗവാന്റെ അവതാരമാണ്, അതുകൊണ്ട് സർവത്ര ഗോവിന്ദ പറയണം. അവിടെ നോട്ട് ചെയ്തോളൂ, സർവത്ര ഗോവിന്ദ. ഹാ ഹാ വിഭോ ജലം അഹം ന്യപിബം പുരസ്താദ്. ഹാ ഹാ വിഭോ ജലമഹം ന്യപിബം പുരസ്താദ് അദ്യ അപി മജ്ജതി മഹീ കിം അഹം കരോമി. അദ്യാപി മജ്ജതി മഹീ കിമഹം കരോമി. ഇദ്ധം ത്വദ് അംഘ്രിയുഗളം ശരണം യതഃ അസ്യ യതോസ്യ നാസാപുടാത് സമഭവഃ ശിശുകോലരൂപീ. ഹാ ഹാ വിഭോ ജലമഹം നിപിബം പുരസ്താദ് അദ്യാപി മജ്ജതി മഹീ കിമഹം കരോമി. ഇദ്ധം ത്വദംഘ്രിയുഗളം ശരണം യതോസ്യ നാസാപുടാത് സമഭവ ശിശുകോലരൂപീ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ദശകം 12, ശ്ലോകം 3 അന്വയവും അർത്ഥവും നോക്കാം. വിഭോ ഹാ ഹാ അഹം പുരസ്താദ് ജലം ന്യപിബം. വിഭോ ഭഗവാനെ വിളിക്കുകയാണ്, സംബോധന. ഹാ ഹാ എന്ന് വെച്ചാൽ അയ്യോ കഷ്ടം കഷ്ടം എന്ന് പറയുന്നത്. കഷ്ടം ഞാൻ ആദ്യമേ വെള്ളം കുടിച്ചു. ആദ്യം എപ്പോഴാണ് വെള്ളം കുടിച്ചത്? കാരണജലം കുടിച്ചു. ധ്യാനനിരതനായിട്ടിരുന്നതിന് ശേഷം പാരണ വീട്ടുവാനെന്നുള്ള രീതിയിൽ വെള്ളം കുടിച്ച് മുഴുവൻ വറ്റിച്ചവനാണ് ഞാൻ. അപ്പം ആദ്യം തന്നെ വെള്ളം കുടിച്ചു. അദ്യ അപി മഹീ മജ്ജതി അഹം കിം കരോമി. അദ്യ അപി ഇപ്പോഴും മഹീ ഭൂമി മജ്ജതി എന്ന് വെച്ചാൽ വെള്ളത്തിൽ ആഴുന്നു. അഹം കിം കരോമി ഞാൻ എന്ത് ചെയ്യട്ടെ? ഇതൊക്കെ എന്താ ചെയ്യുന്ന? ധ്യാനിക്കുമ്പോൾ ഉണ്ടാകുന്ന ധ്യാനിക്കും എന്ന് പറഞ്ഞിട്ടാണല്ലോ ഇരുന്നത് ബ്രഹ്മാവ്. ഭഗവാന്റെ ഇരുചരണങ്ങളും നല്ലോണം ധ്യാനിക്കുകയാണ്. സംസാരിക്കുകയല്ല ചെയ്യുന്നത്. ധ്യാനിച്ചപ്പം വന്ന ഒരു ഇതാണ് ഈ പറയുന്നത്. ഈ പറയുന്നത് ആരാ? ഈ കഥകളെല്ലാം പറയുന്നത് ഭട്ടതിരിപ്പാടാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോഴും ഭൂമി വെള്ളത്തിലാഴുന്നു, ഞാൻ എന്ത് ചെയ്യട്ടെ എന്നിങ്ങനെ ധ്യാനിക്കുകയാണ്. ഇദ്ധം ത്വദ് അംഘ്രിയുഗളം ശരണം യതഃ അസ്യ. ഇപ്രകാരം അവിടുത്തെ അതാണ് ഈ ത്വദ് അംഘ്രിയുഗളം, 2 പാദങ്ങളും അവിടുത്തെ ഇരുചേവടികളും ശരണം പ്രാപിക്കുന്ന ഈ ബ്രഹ്മാവിൻ്റെ നാസാപുടാത് ശിശുകോലരൂപീ സമഭവഃ. അപ്പം ഇത് പറയുന്നത് ആരാ? ഭട്ടതിരിപ്പാട് പറയുകയാണ്. അങ്ങനെ അപ്രകാരം ധ്യാനിച്ചു കൊണ്ടിരുന്ന ആ ബ്രഹ്മാവിൻ്റെ നാസികാദ്വാരത്തിൽ നിന്ന് ഒരു പന്നിക്കുഞ്ഞിൻ്റെ ആകൃതിയോടെ നിന്തിരുവടി അവതരിച്ചു. അതല്ലേ അങ്ങനെ ഉണ്ടായില്ലേ എന്നുള്ളതാണ്. നാസാപുടാത് കോല എന്ന് പറഞ്ഞാൽ പന്നിക്കുട്ടി, അതാണ് ശിശുകോല രൂപി. ഒരു കുഞ്ഞ് പന്നിക്കുട്ടിയുടെ രൂപത്തിൽ അങ്ങ് നിന്തിരുവടി അവതരിച്ചു, അതാണ് പറയുന്നത്. അപ്പോൾ ഈ ലോകം മുഴുവൻ ജലം ആയിരുന്നപ്പോൾ ഈ വിവിധ ലോകങ്ങളെ സൃഷ്ടിച്ചത് ബ്രഹ്മദേവൻ തന്നെയാണ്. അപ്പോൾ ജീവികൾക്ക് ജീവിക്കുവാൻ യോഗ്യമായ സ്ഥലം തീരുമാനിച്ച ശേഷം മാത്രമാണ് സൃഷ്ടി തുടങ്ങിയത്. ഇപ്പോൾ വീണ്ടും ഭൂമി ജലത്തിൽ തന്നെ മുങ്ങുന്നു, ഞാൻ എന്തു ചെയ്യട്ടെ? അപ്പോൾ അങ്ങനെ ധ്യാനിച്ചപ്പോൾ തന്നെ
ഒരു പന്നിക്കുഞ്ഞിൻ്റെ രൂപത്തിൽ ആ വരാഹാവതാരം ഉണ്ടായി. അപ്പോൾ അതാണ് പറയുന്നത്. ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്, നമ്മൾ ഭഗവാനോട് ഒരുപാട് കാര്യങ്ങളൊന്നും പറയേണ്ട കാര്യമില്ല. നമ്മൾ മനസ്സിൽ വിചാരിച്ചാൽ മതി. വേണ്ടത് ഭഗവാൻ വേണ്ട സമയത്ത് ചെയ്തു തരും എന്നുള്ളതാണ് ഇതുവഴി കാണിക്കുന്നത്. അപ്പോൾ ഭഗവാൻ എന്തായിട്ടാണ് അവതരിച്ചത്? വരാഹം. അപ്പോൾ ഓരോരോ സന്ദർഭത്തിലും ആ ആവശ്യമനുസരിച്ചാണ് ഭഗവാൻ അവതരിക്കുന്നത്. അപ്പോൾ വരാഹം, നായ്ക്കൾ, ഇവർക്കൊക്കെ മണക്കാനുള്ള ശക്തി, ഘ്രാണശക്തിയാണല്ലോ കൂടുതലുള്ളത്. പക്ഷേ നായ്ക്കൾക്ക് വെള്ളത്തിനടിയിൽ ഇത്രത്തോളം പോകാനുള്ള ആ ഒരു കഴിവില്ല. വരാഹം അങ്ങനെയല്ല. എത്ര വെള്ളത്തിൻ്റെ അടിയിൽ വേണമെങ്കിലും വരാഹത്തിന് പോകാനുള്ള ആ ഒരു കഴിവുണ്ട്. അപ്പോൾ അതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. അതുപോലെ മണക്കാനുള്ള കഴിവ്. അപ്പം ആ ഭൂമിയെ മണം കൊണ്ടാണ് പറയുന്നത്. ഭൂമിക്ക് ഗന്ധമാണുള്ളത്. അതാണ് മണക്കാൻ കഴിവുള്ള, എന്നാൽ വെള്ളത്തിനടി താഴാനും കൂടെ കഴിവുള്ള വരാഹമായിട്ട് അവതരിച്ചതെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ വരാഹത്തിൻ്റെ രൂപം എടുത്ത് വെള്ളത്തിനടിയിലേക്ക് പോകണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഭഗവാൻ അങ്ങനെ അവതരിച്ചത്. അപ്പോൾ ആ അവതാരം വന്നതുകൊണ്ടാണ് നമ്മൾ അവിടെ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം പറയണമെന്ന് പറയുന്നത്. ഹാ ഹാ വിഭോ ജലമഹം നബിബം പുരസ്താദ് അദ്യാഭിമജ്ജതി മഹീക്യമഹം കരോമി ഇദ്ധം ത്വദംഘ്രിയുഗളം ശരണം യദോസ്യ നാസാപുടാത് സമഭവ ശിശുകോലരൂപീ.